ഹലോ ഗൈസ് അമാനമി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫാമിലി ട്രിപ്പ് രണ്ടാമത്തെ പാർട്ടായിട്ട് വന്നിട്ട് നമ്മൾ ആദ്യം പോയ സ്ഥലം ചായയിലെ ഫാക്ടറിക്കാട്ടാ. അവിടെ ചായയുടെ ഇല നന്നായി വൃത്തിയാക്കി അവരിപ്പോൾ അത് കൊടുത്തിട്ട് പൊടിച്ചിട്ടിപ്പോൾ മെഷീനിട്ട് ചൂടാക്കിയിട്ട് അവർ വേറെ മെഷീനിൽ അയക്കാട്ടാ. അതുകൊണ്ട് അതൊരു വേറെ പാത്രം പോലെ ഇതിലൊക്കെ അതിൽ അരിച്ചിട്ട് അപ്പുറത്തെ മെഷീനിൽ കൂടെ പാക്കിലാക്കി വരുന്നത് കേട്ടോ. അത് നല്ല തിരക്കുണ്ടാകും. അവിടുന്ന് നമുക്ക് അത് ടേസ്റ്റ് ചെയ്യാനുള്ളത് കിട്ടും കേട്ടോ. അവരൊരു ചായ തരും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിക്ക് പോയി. അവിടെ നമുക്ക് 3 ഫ്ലേവറിലെല്ലാം ചോക്ലേറ്റുകൾ വന്നു കേട്ടോ. അവിടെ ചോക്ലേറ്റൊക്കെ എടുക്കുക വെച്ച് 100 ഗ്രാം 150 ഒക്കെ റേറ്റ് വരുന്നത്. നല്ല അത്യാവശ്യം ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് വന്നത്. അവിടെ നല്ല ചെടികളും നല്ല ഗാർഡൻ ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസൊക്കെ ഉണ്ടാവും കേട്ടോ. വേണ്ട ചെടിയൊക്കെ വെക്കണ ഫാം ഹൗസാണിത്. നമ്മളെ നാട്ടിൽ മതിലുമൊക്കെ ഉണ്ടാകുന്ന ചെടികളോട്ടോ ഇവിടെ വെച്ചിടും. നല്ല നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. അത് നമുക്ക് മേടിക്കാനും കിട്ടും കേട്ടോ. നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറേ നേരം അവിടെ നിന്നു കേട്ടോ. നല്ല തിരക്കുണ്ടാകും. നല്ല നമ്മളിവിടെ നാട്ടിലൊക്കെ കാണുന്ന ചെടികളൊക്കെ തന്നെ. അതിലും വ്യത്യസ്തമായ ചെടികളൊക്കെ ആയിട്ട് അവിടെ ഉള്ളത്. ഈ ചെടികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഉണ്ട പോലെ ആയിട്ട് അതിൻ്റെ മുകളിൽ പൂക്കളുണ്ട്. അത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാണുമ്പോൾ അവിടെ നിറച്ച് ചെടികളാണ്. സൈക്കിളിൻ്റെ മുകളിലൊക്കെ ചെടിച്ചിട്ട് ചെടികളൊക്കെ നല്ല രസത്തിൽ കപ്പിൻ്റെ ഇതിൽ ബഡ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തു. അപ്പം തന്നെ നമുക്ക് തരുമല്ലോ ഫോട്ടോ ലൈബ്രറി ആയിട്ട്. അതിനൊരു 100 രൂപ ഉണ്ടാകുള്ളൂ കേട്ടോ. അടിപൊളി ഫോട്ടോ ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ട് ഹൗസിലേക്കാണ് പോയത് കേട്ടോ. ബോട്ടിങ്ങൊക്കെ ചെയ്യാൻ ശേഷം പോയത്. അവിടെ കുതിര സവാരിയൊക്കെ ഉണ്ടാകുന്നുണ്ടോ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാകുന്നു. കാറുകളൊക്കെ ഉണ്ടാകും. നല്ല തിരക്കുണ്ടാകും. നല്ല ടിക്കറ്റ് കിട്ടാം. 6 വയസ്സുള്ള മുകളിലേക്ക് എല്ലാവർക്കും ടിക്കറ്റ് വേണം. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. ഇതാണ് ഗൈസ്. അപ്പോൾ ബോട്ട് ഹൗസ് നല്ല വ്യൂ ആട്ടോ. ഇവിടുന്ന് റിവർ വ്യൂ നല്ല സൂപ്പർ. ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഫാം ഹൗസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫാമിലി ബോട്ടിന് 800 രൂപ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം ഗാർഡനൊക്കെ ഉണ്ട്. ബഡ് ചെയ്ത ചെടികളും. ഇവിടെ പിന്നെ അടുത്ത് ഗെയിമിംഗ് സെക്ഷൻ ആട്ടോ. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഇംഗ്ലീഷ് ചൈൽഡൊക്കെ ഗെയിമിംഗ് സെക്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കോയിനും കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തിട്ട് ഇതാണ് സ്വൈപ്പ് ചെയ്തിട്ട് കളിക്കുന്നത്. അതേപോലെ തന്നെ വീഡിയോ ഗെയിമും ബൈക്കിൻ്റെ കാറിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ബോള് ഇഷ്ടമുള്ള ബൊമ്മയുണ്ട്. അതാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ ഹാമറോണ് എടുക്കുന്നത്. കാറ് ഓടിച്ച് കളിക്കാനൊക്കെ ഉണ്ടാകുമല്ലോ. കാറ് ഒരാൾക്ക് 90 രൂപ കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റിവർ ചുറ്റിക്കാണൊരു ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ കയറിയിട്ട് ഒരാൾക്ക് 60 രൂപയാണ്. അപ്പം നമ്മൾ അതിൽ കയറി. നല്ല വ്യൂ കേട്ടോ. ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാൻ നല്ല വ്യൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോട്ടോ. ആ വീട്ടിൽ ആദ്യമായിട്ടായിരുന്നു.
നിറച്ച് ബോട്ടുകളാട്ടോ റിവറിൽ. അവിടെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ ഫാം ഹൗസ്. അവിടെ നല്ല നല്ല ചെടികളാണ്, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ചെടികളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നമ്മളെ വീട്ടിലൊക്കെ നമ്മളവിടെയൊക്കെ മേടിക്കാൻ കിട്ടുന്ന അത്യാവശ്യം നല്ല ചെടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിട്ടോ. നമ്മളിപ്പോൾ അവിടെ തന്നെ പിന്നെ ബിഗ് മാർക്കറ്റിലാണ്, മിക്സി മാർക്കറ്റ്. എല്ലാത്തിനും അവിടെ വില കുറവാണ്. നമ്മളവിടെ വേറെ നോക്കാവുന്നതാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കർണാടക പാർക്കിൽ വന്നു. അവിടെ അത്യാവശ്യം നല്ല ഗാർഡൻ ആയിരുന്നു, എല്ലായിടത്തും ഗാർഡൻ ആയിരുന്നു. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാട്ടോ ഈ വന്ന സ്ഥലങ്ങളിലൊക്കെ. ഊട്ടിത്തെ ബെസ്റ്റ് സ്ഥലങ്ങളാണെന്നൊക്കെ. നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും കറങ്ങാനും പറ്റിയ സ്ഥലമുണ്ട്. ഇവിടെ നിറച്ച് പൂക്കളിങ്ങനെ ഗാർഡൻ ഫ്ലവേഴ്സൊക്കെ വരും. അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മരങ്ങളൊക്കെ ബഡ് ചെയ്ത് വെച്ചിട്ട് ആർച്ചൊക്കെ പോലെ നമുക്ക് ഫോട്ടോ എടുക്കാനും കണ്ട ആനേനൊക്കെ ഉണ്ടാക്കി വെച്ചിങ്ങനെ കണ്ട. ഈ ചെടി നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലെടുത്തിട്ട്. ഇതൊരു വീടിൻ്റെ ടെറസ് പോലത്തെ സ്ഥലത്താണ് ഇതുണ്ട്. ഇവിടെ ഈ ഊട്ടിയിൽ ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ ഫുള്ള് ഈ ഫ്ലവേഴ്സ്. ഇത് അത്യാവശ്യം നല്ല നടക്കാറുണ്ട് കേട്ടോ. നടക്കണ വീഡിയോ അധികം ഇതിനടുത്തില്ല, കുറേ ഉണ്ട്. നമുക്ക് ആ ബിൽഡിംഗ് കാണാൻ അവിടെ എത്തണം നടന്നിട്ട്. വേണ്ട മഴ പെയ്തപ്പോൾ നമ്മളൊരു സ്കൂളിൻ്റെ അടിയിൽ നിന്നാണ് ഫുള്ള് ചെടിയെ ബഡ് ചെയ്തെടുത്ത്. ഇത് പിന്നെ ഇവിടുന്ന് കാണുമ്പോൾ എങ്ങനെ കേട്ടോ, ദൂരം നോക്കുമ്പോൾ വെള്ളച്ചാട്ടം പോലെ ഉണ്ടാവും. ആ റോസ് വൈകിട്ടുള്ളൊരു പൂക്കൾ വെച്ച് നമുക്ക് ആ തെങ്ങൊക്കെ നിൽക്കണ അവിടേക്ക് എത്തണം കേട്ടോ. അല്ല തെങ്ങല്ല, മരങ്ങളൊക്കെ നിൽക്കണം. അപ്പം മഴ പെയ്തിട്ടോ ഗൈസ്, ഞങ്ങൾ വീണ്ടും ഇറങ്ങാൻ നോക്കി. അപ്പോൾ വീണ്ടും മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ വീണ്ടും വേറെ ഒരു കോട്ടയുടെ ചോട്ട് പോയിട്ട് ഒരു ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഫാം ഹൗസിൽ പോയിട്ട് അവിടെ വെച്ച് നല്ല നല്ല ചെടികളാണ്. നല്ല സ്ഥലത്ത് കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പുല്ലും മതിലും ഉണ്ടാകുന്ന ചെടി എല്ലാതും ഉണ്ട് കേട്ടോ അവിടെ. ഈ വെള്ളപ്പൂക്കളാണ് രസമില്ലേ. അതുപോലെ അവിടെ ഞാൻ വലിയ വലിയ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വലുതാണ് പൂക്കളും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നല്ലതായിട്ട്. പിന്നെ കല്ലൊക്കെ കൊടുത്തിട്ടിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്പേസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഇതൊക്കെ നമ്മുടെ അവിടെ പാടത്തൊക്കെ നിൽക്കുന്ന പൂക്കളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോൾസ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം വാട്ടർഫോളിൻ്റെ അവിടെ നിന്നിട്ട്. ഇതാണ്ടോ നമ്മളെ നാട്ടിൽ മതിലിനൊക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ അവിടെ ഒരു പാത്രത്തിലൊക്കെ വെച്ച് വെച്ചിരുന്നു. നല്ല നല്ല റോസാപ്പൂകളാട്ടോ അവിടെ ഉള്ളത്. ഉണ്ടോ ഈ ചെടിയൊക്കെ നമ്മളെ നാട്ടിൽ മതിലുമേയും പാടത്തൊക്കെ ഉണ്ടാകുന്ന പൂക്കളും ചെടികളൊക്കെ കേട്ടോ. അപ്പോൾ കഴിച്ച് നമ്മളിവിടെ പുറത്തിറങ്ങി ഇപ്പോൾ തൂക്കുപാലത്തുമൊക്കെ കയറാൻ പോട്ടെ നമ്മൾ. ഇവിടെ ഒരു
കുളം പോലെ വെള്ളം കെട്ടിയെടുത്തിട്ട് അവിടെ നിറച്ച് മീനുകളാട്ടോ. പിന്നെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഒരു വെള്ളം അപ്പുറത്തേക്ക് വന്നു. പിന്നെ ഒരു വാട്ടർ ഡാൻസ് ഒക്കെ നൈറ്റ് വന്നുള്ളൂ. അതൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ. ഞങ്ങൾ തൂക്കുപാലത്തുമ്പോൾ കയറി നമ്മളപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഇത്രയുള്ള നമ്മളെ ഫാമിലി ട്രിപ്പ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.